ഹായ് വെൽക്കം ഓൾ ടു ദ എക്സ് ആൻഡ് വൈ ഒളിമ്പിയാഡ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് XOFന് വരുന്ന SOF ഒളിമ്പിയാഡ് NSOയിലൊക്കെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഐഡന്റിഫൈ 1, 3, 4 and 6 ഇൻ ദ ഗിവൺ പിരമിഡ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ ഒരു പിരമിഡ് തന്നിട്ടുണ്ട്. ആ പിരമിഡ് നോക്കിയിട്ട് നമ്മളോട് കറക്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള 1, 3 അതേപോലെ തന്നെ 4 അതേപോലെ തന്നെ 6ന്റെ പ്ലേസിൽ വരുന്ന കറക്റ്റ് ഓപ്ഷൻസ് ഏതാണ് സെലക്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ നോക്കല്ലേ, നമുക്ക് താഴെ നമുക്കറിയാം എന്താണ് ഫുഡ് പിരമിഡിന്റെ നമുക്കൊരു ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ വരുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതിന്റെ മുകളിൽ വരുന്നത് വൈറ്റമിൻസും അതേപോലെ തന്നെ മിനറൽസുമാണ്. അതിന്റെ മുകളിൽ വരാം പ്രോട്ടീൻ ആണ്. അതിന്റെ മുകളിൽ വരുന്നത് സ്വീറ്റ്സും അതേപോലെ തന്നെ ഫാറ്റ്സും ഒക്കെ ആണ് വരാം. അപ്പോൾ നമ്മൾ നോക്കാം അല്ലേ. താഴെ നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്സ് ആണ് വരിക. അപ്പോൾ 1ന്റെ പൊസിഷനിൽ വരാൻ സാധ്യതയുള്ളത് കാർബ്സ് ആണ് അല്ലേ, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ നമുക്ക് വൈറ്റമിൻസും മിനറൽസും ആണ് നമുക്ക് ഫുഡിൽ പ്രൊപ്പോർഷനിൽ കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് വൈറ്റമിൻസും മിനറൽസും കൂടുതലായിട്ട് കിട്ടുന്നത് വെജിറ്റബിൾസും അതേപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് അല്ലാണ്ട് നമുക്ക് തേർഡ് പൊസിഷനിലേക്ക് വരുന്നത് ആരായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ ഫ്രൂട്ട്സ് ആയിരിക്കും അല്ലേ. ഇനി നമുക്ക് കൂടുതൽ അതിനും കുറച്ച് പ്രൊപ്പോർഷനിൽ നമുക്ക് ആര് മതി? പ്രോട്ടീൻസ് മതി. അപ്പം പ്രോട്ടീൻസിലുള്ള ഡയറി തന്നിട്ടുണ്ട്. ബാക്കി എല്ലാ പ്രോട്ടീൻസും ഫോർത്തിൽ വരില്ല. ഫോർത്ത് ഏതാണ് വരാം? പ്രോട്ടീൻസ് ആണ് അല്ലേ. പ്രോട്ടീൻസ് വരാനാണ് ചാൻസ്. ഇനി 6th പൊസിഷനിൽ സ്വീറ്റ്സും അതേപോലെ തന്നെ ഫാറ്റ്സും ആണ്. എന്ത് നമ്മൾ കുറച്ച് ചെറിയൊരു പ്രൊപ്പോർഷനിൽ നമുക്ക് എന്താണ് നമ്മുടെ ഫുഡിൽ അല്ലെങ്കിൽ ഡയറ്റിൽ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം സിക്സ്തിൻ്റെ ആ പൊസിഷനിൽ സ്വീറ്റ്സും അതേപോലെ തന്നെ ഫാറ്റ്സും ആണ് എന്താ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ പ്രോട്ടീൻ, സ്വീറ്റ്, ഫ്രൂട്ട്സ് അതേപോലെ തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഏറ്റവും നന്നായിട്ടുള്ള സോഴ്സ്, അതായത് കാർബോഹൈഡ്രേറ്റിന്റെ ഏറ്റവും വലിയ സോഴ്സ് ആയിട്ടുള്ള ഗ്രെയിൻസ് ആണ് അല്ലേ. നമുക്കറിയാം ഗ്രെയിൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നത്. നമ്മൾ കഴിക്കുന്ന റൈസ് ഒക്കെ അല്ലേ, റൈസ് ഒക്കെ എന്താണ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ പൊസിഷനിൽ എന്താണ് നമുക്ക് ഗ്രെയിൻസിനെ റീപ്ലേസ് ചെയ്യാം. അപ്പം ഗ്രെയിൻസ് ആണ് എന്താ 1ന്റെ പൊസിഷനിൽ വരുന്നത് ഗ്രെയിൻസ് ആണ് അല്ലേ. 1ന്റെ പൊസിഷനിൽ ഗ്രെയിൻസ് വരുന്നത് ഏതാണ്? ബി ഓപ്ഷനിലാണ് വരുന്നത്. അതേപോലെ തന്നെ 3ന്റെ പൊസിഷനിൽ ഫ്രൂട്ട്സ് വരുന്നത് ഏതാണ്? അതും ബി എന്നാണ് അല്ലേ. ഇനി പ്രോട്ടീൻസ്, ബാക്കിയുള്ള പ്രോട്ടീൻസ് ഒക്കെ എന്താണ് 4th പൊസിഷനിൽ വരുന്നത് നമ്മളുടെ ബി ഓപ്ഷനിലാണ്. അതേപോലെ തന്നെ സ്വീറ്റ്സ് ആൻഡ് ഫാറ്റ്സ് ഉള്ള ഡയറ്റിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കുറച്ച് എമൗണ്ടിൽ ആവശ്യമുള്ള, അതായത് കുറച്ച് പ്രൊപ്പോർഷനിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് എന്ത് സ്വീറ്റ്സും അതേപോലെ തന്നെ ഫാറ്റ്സും. അപ്പം സ്വീറ്റ്സും ഫാറ്റ്സും എന്താണ് 6th പൊസിഷനിൽ വരുന്നത്, അതും ഓപ്ഷൻ ബിയിലാണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ ബി ആണ് എന്ത് ഈ ഒരു ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ഡയറ്റിന്റെ, അതായത് നമ്മുടെ കോമ്പണൻസ് ഓഫ് ഫുഡ് ആണ് എന്ത് നമ്മൾ ഈ ഒരു ക്വസ്റ്റിനിൽ ചോദിച്ചുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റിനിൽ ചോദിച്ചുള്ളത് വാട്ട് ഈസ് മാറ്റർ. നമ്മളെ കെമിസ്ട്രി ആയിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചുള്ളത്. വാട്ട് ഈസ് മാറ്റർ, എന്താണ് ഒരു മാറ്റർ എന്ന് ചോദിച്ചു. എനിത്തിങ് ദാറ്റ് ഹാസ് ടെമ്പറേച്ചർ ആൻഡ് ടിക്. എന്തെങ്കിലും കാര്യങ്ങൾക്ക്, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന് ടെമ്പറേച്ചറും അതേപോലെ തന്നെ അതിന് സ്പേസും ഉണ്ടെങ്കിൽ അതാണ് മാറ്റർ എന്നാണ് എന്ത് ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് വോളിയം, മാസും വോളിയം ഉള്ള ഏതൊരു മെറ്റീരിയൽ ആണെങ്കിൽ അതാണ് എന്ത് മാറ്റർ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ ബി ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. ഇനി എനിത്തിങ് ദാറ്റ് ഹാസ് കളർ ആൻഡ് ടേക്ക് അപ്പ് സ്പേസ്, അതായത് എന്തെങ്കിലും സബ്സ്റ്റൻസിന് കളറും അതേപോലെ തന്നെ സ്പേസിൽ അതിന് ഉൾക്കൊള്ളാനുള്ള സ്പേസും ഉണ്ടെങ്കിൽ അതിനാണ് എന്ത് മാറ്റർ എന്ന് പറയുന്നത് എന്നാണ് ഡി ഓപ്ഷൻ പറഞ്ഞുള്ളത്. ഇനി ഓൾ ഓഫ് ദീസ് ആണ് എന്ത് ഡി ഓപ്ഷൻ പറഞ്ഞുള്ളത്. നമുക്കറിയാം അല്ലേ. എനിത്തിങ് ദാറ്റ് ഹാവ് മാസ് അതേപോലെ തന്നെ സ്പേസും ഉണ്ടെങ്കിൽ, എനിത്തിങ് വോളിയം സ്പെസിഫിക് വോളിയവും അതേപോലെ തന്നെ മാസും അതേപോലെ തന്നെ സ്പേസും ഉണ്ടെങ്കിൽ ആ ഒരു സ്പേസിൽ എന്താണ് അതിനൊരു സ്ഥലവും ഉണ്ടെങ്കിൽ അല്ലേ, അതിനൊരു പെർട്ടിക്കുലർ ഒക്യുപ്പൈ, എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈ എ സ്പേസ്, അതാണ് എന്ത് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. അപ്പം മാസും വോളിയവും അതേപോലെ തന്നെ സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യുന്ന അത്തരം സബ്സ്റ്റൻസിനാണ് നമ്മൾ മാറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് ടെമ്പറേച്ചർ ഉള്ള വസ്തുക്കളുണ്ട്, അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഇല്ലാത്ത സബ്സ്റ്റൻസും ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ആ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യില്ല, വരില്ല. ഇനി കളറ്, എല്ലാ മെറ്റീരിയൽസിനും കളർ ഉണ്ടാവണോ, അല്ലെങ്കിൽ എല്ലാ സബ്സ്റ്റൻസിനും കളർ ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു ഓപ്ഷൻ സി എന്തായി റോങ് ആയി. അപ്പം മാസും വോളിയം ദാറ്റ് ഒക്യുപ്പൈ എ സ്പേസും ആണ് എന്ത് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലായിട്ട് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്ത് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് നമ്മളെ ബയോളജി പാർട്ടായുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ജെല്ലി ഫിഷ് ഈസ് ആൻ ഇൻവേർട്ടിബ്രേറ്റ് ബിക്കോസ് ഇറ്റ് ലാക്സ് ഡാഷ്. ജെല്ലി ഫിഷ് എന്തുകൊണ്ടാണ് ഇൻവേർട്ടിബ്രേറ്റ് ആയത്, എന്തുകൊണ്ടാണ്, വൈ? അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ജെല്ലി ഫിഷിന് കണ്ണില്ല, ഐസ് ഇല്ല എന്നാണ് പറയുന്നത്, ബ്ലഡ് ഇല്ല എന്ന് പറയുന്നുണ്ട്, ബാക്ക് ബോൺസ് ഇല്ല എന്ന് പറയുന്നുണ്ട്, സെൽസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും? ഇവിടെ ഇൻവേർട്ടിബ്രേറ്റ് എന്ന് പറയുന്നത് വേർട്ടിബ്ര ഇല്ലാത്ത ആൾക്കാരാണ്.
വെർട്ടിബ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിബിൾ കോളം അല്ലെങ്കിൽ ബാക്ക് ബോൺ അല്ലേ? അപ്പൊ ബാക്ക് ബോൺ ഇല്ലാത്ത എല്ലാവരും ആരാണ്? ഇൻവേർട്ടിബ്രേറ്റ്സ് ആണ്. ബാക്ക് ബോൺ ആണ് എന്ത് ഉള്ള ആദ്യത്തെ ക്രൈറ്റീരിയ എന്താണ്? ബാക്ക് ബോൺ ഇല്ലാത്ത എല്ലാവരും എന്താണ്? ഇൻവേർട്ടിബ്രേറ്റ്സ് ആണ്. അപ്പം ബാക്ക് ബോൺ ഇല്ലാത്ത എല്ലാവരും ഇൻവേർട്ടിബ്രേറ്റ്സ് ആയതുകൊണ്ടാണ് എന്ത് ജെല്ലി ഫിഷും ഇൻവേർട്ടിബ്രേറ്റ് ചെയ്തത്. അപ്പം ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താണ്? അത് ലാക്ക് ചെയ്യുന്നുണ്ട്. എന്ത്? ബാക്ക് ബോൺ. ദാറ്റ്സ് ദ ആൻസർ. അപ്പം ഓപ്ഷൻ സി ആണ് എന്താ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ഒരു മിനറൽ, എന്താണ് മിനറലിന്റെ കാര്യങ്ങൾ, അതായത് നമ്മൾ കെമിസ്ട്രി പാർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ലൈം സ്റ്റോൺ, അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കാൽഷ്യം കാർബണേറ്റിനാണ് നമ്മൾ ലൈം സ്റ്റോൺ എന്ന് പറയുന്നത്. നമ്മൾ ലൈം സ്റ്റോൺ ഈ ഡാഷ് എന്ന് വെച്ചിട്ട് സെഡിമെന്ററി റോക്ക് ആണോ, ഇഗ്നിയസ് റോക്ക് ആണോ, ഹാർഡ് റോക്ക് ആണോ, മെറ്റമോർഫിക് റോക്ക് ആണോ? നമുക്ക് അറിയേണ്ട 3 ടൈപ്പ് റോക്കുകളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള. സെഡിമെന്ററി റോക്ക്, അതേപോലെ തന്നെ ഇഗ്നിയസ് റോക്ക്, അതേപോലെ തന്നെ മെറ്റമോർഫിക് റോക്ക്. ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു റോക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ലാവകൾ ഉണ്ടാവും അല്ലെ? ലാവകൾ സോൾഡിഫൈ ചെയ്തിട്ട് അവിടെ ഉണ്ടാവുന്ന റോക്ക്, ഹാർഡ് റോക്സിനാണ് നമ്മൾ ഇഗ്നിയസ് റോക്ക് എന്ന് പറയാം. ഇനി മെറ്റമോർഫിക് റോക്ക് എന്ന് പറഞ്ഞാൽ വലിയ റോക്കുകൾ, അതിന് ഹീറ്റും അതേപോലെ തന്നെ ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ സംഭവിച്ച് വെതറിങ് സംഭവിച്ചിട്ട് അല്ലെ? വെതറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കല്ലുകൾ ഉണ്ടാവുന്ന, അതായത് സോയിൽ ഉണ്ടാവുന്ന ആ പ്രോസസ്സിനാണ് എന്ത് വെതറിങ് എന്ന് പറയുന്നത്. ആ വെതറിങ് പ്രോസസ്സിൽ നമുക്ക് എന്താണ് വലിയ വലിയ ബിഗ് റോക്സ് ഉണ്ടാവും, ചെറിയ ചെറിയ സ്മോൾ റോക്സ് ആയിട്ട് മാറും. ആ മെറ്റമോർഫിക്, അതായത് എന്താ അതിന്റെ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടാവുന്ന റോക്സിനാണ് നമ്മൾ മെറ്റമോർഫിക് റോക്ക് എന്ന് പറയാം. അപ്പം മെറ്റമോർഫിക് റോക്കും എന്താണ്? ഒരു ഹാർഡ് ആയിട്ടുള്ള റോക്ക് ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ഹാർഡ് റോക്സ് ആണ്. ഇനി സെഡിമെന്ററി റോക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? നമ്മൾ ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്ന സോയിൽസ്, സിൽറ്റ്, അതേപോലെ തന്നെ ഒരുപാട് മിനറൽസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് സോയിൽസ് അല്ലേ, അത് അതിനോട് ആയിട്ടുള്ള, അതായത് ആ സോയിൽസ് കൂടി ചേർന്നിട്ടുണ്ടായിട്ടുള്ള റോക്സിനാണ് നമ്മൾ എന്താ പറയാ? സെഡിമെന്ററി റോക്സ് എന്ന് പറയാം. അതായത് നമ്മൾ കുറെ കാലം സെഡിമെന്റ് ചെയ്തിട്ട്, കുറെ കാലം എന്താണ് സെഡിമെന്റേഷൻ പ്രോസസ്സ് നടന്നിട്ട് ഉണ്ടാവുന്ന റോക്സിനാണ് സെഡിമെന്ററി റോക്സ് എന്ന്. ആ അങ്ങനെയുള്ള റോക്സിന് എക്സാമ്പിൾ ആണ് എന്ത്? നമ്മുടെ ലൈം സ്റ്റോൺ വരുന്നത്. അതെന്താണ്? അത് സോഫ്റ്റ് റോക്സ് ആയിരിക്കും. നമ്മുടെ സോഫ്റ്റ് റോക്ക് ഉണ്ട്, ഹാർഡ് റോക്ക് ഉണ്ട്. നമ്മൾ ഈ ഹാർഡ് റോക്ക് ആണ് എന്ത്? ഇഗ്നിയസ് റോക്കും അതേപോലെ തന്നെ മെറ്റമോർഫിക് റോക്കും എന്താണ്? ഹാർഡ് റോക്സിന് എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സെഡിമെന്ററി റോക്ക് എന്താണ്? സോഫ്റ്റ് റോക്കിന് എക്സാമ്പിൾ ആണ്. അതിന്റെ സെഡിമെന്ററി റോക്കിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ലൈം സ്റ്റോൺ വരുന്നത്. അപ്പൊ ലൈം സ്റ്റോൺ ഈസ് എ എക്സാമ്പിൾ ഓഫ് സെഡിമെന്ററി റോക്ക്. അതൊക്കെ സെഡിമെന്ററി റോക്കിന്റെ എക്സാമ്പിൾ ആണ് ലൈം സ്റ്റോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണെന്ത് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഓക്സിജൻ, നൈട്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് മേ ബി ഗ്രൂപ്പ് ടുഗദർ ബിക്കോസ് അറ്റ് റൂം ടെമ്പറേച്ചർ ദേ ആർ ഓൾ. ഇവരെല്ലാവരും എന്താണ്? റൂം ടെമ്പറേച്ചറിൽ ഏത് സ്റ്റേറ്റിലായിരിക്കും എന്നാണ് നമ്മൾ ചോദിച്ചത്. കൊളോയിഡ്സ് ആണോ, അതേപോലെ തന്നെ സോളിഡ്സ് ആണോ, അതേപോലെ തന്നെ എന്താണ് ഗ്യാസസ് ആണോ, അതേപോലെ തന്നെ ആണെന്ന് വെച്ചു. കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു പാർട്ടിക്കിൾ സൈസിൽ ഉണ്ടെങ്കിലാണ് എന്ത് കൊളോയിഡ്സ് എന്ന് പറയാം. അത്തരത്തിലുള്ള മിക്സ്ചേഴ്സിന്, അതായത് അത്തരത്തിലുള്ള മിക്സ്ചേഴ്സിനാണ് നമ്മൾ കൊളോയിഡ്സ് എന്ന് പറയാം. നമ്മൾ ഹയർ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് കൊളോയിഡ്സ്, എയറോസോൾ, സോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് കൊളോയിഡ്സ് എന്തായാലും എല്ലാം മനസ്സിലായി. നമുക്ക് കൊളോയിഡ്സ് കുറച്ചും കൂടി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും സൈസിലുള്ള പാർട്ടിക്കിൾസിനാണ് നമ്മൾ കൊളോയിഡ്സ് എന്ന് പറയാം. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ 3 സ്റ്റേറ്റ് ഉണ്ട് അല്ലേ? ഏത് സ്റ്റേറ്റിലായിരിക്കും കൂടുതലായിട്ട് നമുക്ക് ഓക്സിജൻ, നൈട്രജൻ, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ കാണാൻ പറ്റുക? ഓക്സിജനെ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ? ഇതാണ് ഗ്യാസിയസ് സ്റ്റേറ്റിലാണ്. അപ്പം ദേ ആർ ഓൾ ഗ്യാസ്. ഓക്സിജനും നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡും റൂം ടെമ്പറേച്ചറിൽ എന്തായിരിക്കും? ഗ്യാസസ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഗ്യാസിയസ് സ്റ്റേജിലാണ് കാണാൻ പറ്റുക. ഇതിനൊക്കെ നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ നമുക്ക് എന്താണ് കണ്ടെയ്നറിൽ ലിക്വിഫൈ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഹൈ പ്രഷറിലും അതിനുള്ള കണ്ടീഷൻസും ചില ക്രൈറ്റീരിയാസ് ഒക്കെ വെച്ചിട്ട്, ചില കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് അതിന് എന്താണ് റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് അതിനെ ലിക്വിഫൈ ചെയ്യുന്നത്. നമ്മൾ ലിക്വിഡ് നൈട്രജൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ലിക്വിഡ് നൈട്രജൻ ഒക്കെ ഉണ്ടാവുന്നത് അത് സർട്ടൻ കണ്ടീഷൻസിൽ വെച്ചിട്ടാണ് അതിനെ ഉണ്ടാക്കുന്നത്. പക്ഷേ റൂം ടെമ്പറേച്ചർ ദേ ആർ ഗ്യാസസ് സ്റ്റേറ്റിലായിരിക്കും. അത് 3 നമുക്ക് കാണാൻ പറ്റും. ഓക്സിജൻ ആയാലും നൈട്രജൻ ആയാലും കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും എല്ലാം എന്താണ് റൂം ടെമ്പറേച്ചറിൽ ഗ്യാസിയസ് സ്റ്റേറ്റിലായിരിക്കും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഫിസിക്സ് പാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ആസ്ട്രോണമിന്റെ പാർട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ദ മൂൺ റിവോൾവ്സ് അറൗണ്ട്. മൂണ് ആരെയാണ് ചുറ്റുന്നത്? ഒരു പ്ലാനറ്റിനെ ചുറ്റുന്ന എല്ലാത്തിനും നമ്മൾ മൂൺ എന്നാ വിളിക്കാം. പക്ഷെ നമ്മളെ മൂൺ ആരാണ്? ലൂണ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലൂണാർ എന്ന് പറയുന്ന ആ ഒരു സാറ്റലൈറ്റ് ആണ് നമ്മളെ മൂൺ എന്ന് പറയുന്നത്. മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചുറ്റിലും
നമ്മൾ എന്താണ് ഓർബിറ്റ് ആക്കിയിട്ട് കറങ്ങുന്ന ആൾക്കാരെയാണ് മൂൺ എന്ന് പറയാം അല്ലേ. സാറ്റലൈറ്റിനാണ് നമ്മൾ മൂൺ എന്ന് പറയാം. നമ്മളെ മൂണ് ലൂണാണ്, നമ്മുടെ മൂണിന്റെ പേര് ലൂണ എന്നാണ്. അപ്പം നമ്മുടെ മൂണ് റിവോൾവ്സ് അറൗണ്ട് ആരെയാണ് റിവോൾവ് ചെയ്യുന്നത്? ഇറ്റ് സെൽഫ് ആണോ? അതിന്റെ ചുറ്റും അതെന്നെ കറങ്ങാണോ? അല്ല അല്ലേ, അത് റോങ് ആണ്. ചുറ്റും അതല്ല കറങ്ങുന്നത്. സോളാർ സിസ്റ്റത്തിന് ചുറ്റുമാണ് കറങ്ങുന്നത് അല്ലേ അല്ലേ. സോളാർ സിസ്റ്റത്തിന് ചുറ്റും കറങ്ങുന്ന ആരാണ്? പ്ലാനറ്റ്സ് ആണ്, റൈറ്റ്. അപ്പം ഇതുമല്ല അല്ലേ, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് റോങ് ആണ്. ഇനി എർത്തിന്റെ മൂൺ എന്ന് പറയുന്നത് ലൂണ ആരാണ്? എർത്തിന്റെ ചുറ്റുമാണ് കറങ്ങുന്നത് അല്ലേ. അപ്പം ഓപ്ഷൻ സി ആണ് എന്ത് റൈറ്റ് ആൻസർ വരാം. ഓപ്ഷൻ സി ആണ് എന്ത് ഇതിൽ റൈറ്റ് ആൻസർ വരാം. ഇനി സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? എനി ഇലുമിനേറ്റിംഗ് ഒബ്ജക്ട്സ് അറൗണ്ട് എന്താ പറയുക, എർത്തിന് ചുറ്റുമാവാം, എർത്തിന് പുറത്താവാം, ഒക്കെ ഇലുമിനേറ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സിനാണ് നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ ഓൾ പ്ലാനറ്റ്സ് ആർ സ്റ്റാർസ് എന്ന് പറയാം. നമ്മളെ പ്ലാനറ്റ്സ് എല്ലാം എന്താണ്? സ്റ്റാർസ് ആണ്, ഇലുമിനേറ്റിംഗ് സെൽഫ് ഇലുമിനേറ്റിംഗ് ആയിട്ടുള്ള പ്ലാനറ്റ്സിനാണ് നമ്മൾ സ്റ്റാർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർസും എന്ത് ചെയ്യില്ല ഈ ഒരു ഓപ്ഷനിൽ വരില്ല അല്ലേ. സ്റ്റാർസും എന്ത് ചെയ്യില്ല ഈ ഒരു ഓപ്ഷനിൽ വരില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് ഈസ് എ പ്രോസസ്? ഇത് ബയോളജിന്റെ പാർട്ടായിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് ഓഫ് ദീസ് ഈസ് എ പ്രോസസ് ദാറ്റ് അലൗസ് പ്ലാന്റ് ടു കൺവേർട്ട് ലൈറ്റ് എനർജി ഇൻ എനർജി? അതായത് ലൈറ്റ് എനർജിനെ ഫുഡാക്കി മാറ്റുന്ന ആ പ്രോസസ്സ് ഏതാണ്? നമ്മൾ പ്ലാന്റ്സിൽ നടക്കുന്ന ഏത് പ്രോസസ് ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏത് പ്രോസസ്സിലാണ് പ്ലാന്റ് ഫുഡ് ഉണ്ടാക്കുന്നത്? ഫോട്ടോസിന്തസിസ് ആണ് അല്ലേ. അപ്പം ഫോട്ടോസിന്തസിസ് ഓപ്ഷൻ എ ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഫോട്ടോസിന്തസിസ് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഫോട്ടോസിന്തസിസ് ആണെന്ത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാർട്ടിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത നെക്സ്റ്റ് എപ്പിസോഡായിട്ട് നമുക്ക് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് SOF അതേപോലെ തന്നെ ഒളിമ്പ്യാഡ് എക്സാംസിനൊക്കെ ട്രൈ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലും അതേപോലെ തന്നെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.